വരുന്നു. ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കാൻ സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ആദ്യ യോഗം ഇന്നാണ്. ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച PV അൻവർ MLA ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് തത്സമയം ചേരുന്നു. ഷഫീദ്, ഗുഡ് മോർണിംഗ്. അത്യാവശ്യം തിരുവനന്തപുരത്ത് നല്ല മഴ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. എന്താണ് വിവരങ്ങൾ? വെരി ഗുഡ് മോർണിംഗ്. തിരുവനന്തപുരത്ത് മഴയുണ്ട്. അത് ഇന്നലെ രാത്രി മുതൽ മഴ പതുക്കെ ഇങ്ങനെ പെയ്യുകയാണ്. രാവിലെ പുലർച്ചെയായപ്പോഴേക്കും മഴ ശക്തി പ്രാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. തിരുവനന്തപുരം നഗരത്തിൽ മാത്രമല്ല മറ്റ് സ്ഥലങ്ങളിലും മഴയുണ്ട് എന്നുള്ളതാണ്. അതിനേക്കാൾ വലിയ ശക്തിയോടുകൂടി ചില രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ കേരള രാഷ്ട്രീയത്തിൽ ആഞ്ഞു വീശുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു. PV അൻവർ ആയിരുന്നു ആ രാഷ്ട്രീയ കാറ്റിന് പിന്നിൽ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് നടക്കാൻ പോവുകയാണ്. ആഭ്യന്തര വകുപ്പിനെതിരെ, മുഖ്യമന്ത്രിയുടെ വകുപ്പായ ആഭ്യന്തര വകുപ്പിനെതിരെ PV അൻവർ ഉന്നയിച്ച പരാതി ഇന്ന് അദ്ദേഹം ഇന്ന് പാർട്ടിയെ പരാതി അറിയിക്കുമെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ നേരിൽ കണ്ട് ഇന്നലെ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതി കൈമാറാനാണ് PV അൻവർ തീരുമാനിച്ചിട്ടുള്ളത്. രാവിലെ 10 മണിക്ക് മുൻപ് ആ പരാതി കൈമാറും. MV ഗോവിന്ദനെ നേരിട്ട് PV അൻവർ കാണും എന്നുള്ളതാണ് നമുക്ക് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം. അതിലേറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം ആഭ്യന്തര വകുപ്പിൽ അടിമുടി പ്രശ്നങ്ങളാണ്. മാത്രമല്ല സംസ്ഥാന സർക്കാരിനെയും പോലീസിനെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ പോലീസിലെ ഒരു വിഭാഗം, ആഭ്യന്തര വകുപ്പിലെ ഒരു വിഭാഗം പെരുമാറുന്നു. കൂടാതെ മറ്റു ചില സംഭവങ്ങളുമായി ബന്ധപ്പെട്ട പരാതി കൂടി ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറിയെ PV അൻവർ അറിയിക്കും. ഏതെങ്കിലും തരത്തിൽ P ശശിയുടെ പേരെടുത്ത പരാതിയിൽ പരാമർശിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നലെ തന്നെ PV അൻവർ വ്യക്തമാക്കിയിരുന്നു, മുഖ്യമന്ത്രിയെയും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയെയും ഇത് അറിയിക്കുക എന്നുള്ളതാണ് തന്റെ ഉത്തരവാദിത്തമെന്ന് അൻവർ ഇന്നലെ തന്നെ പറഞ്ഞതാണ്. ഈ P ശശി സൂപ്പർ മുഖ്യമന്ത്രിയാകുന്നു എന്നുള്ള ആരോപണം അത് CPM-ൽ നേരത്തെ തന്നെ ചിലർക്കുണ്ട്. സ്വാഭാവികമായും അൻവറിന്റെ ഈ പരാതി സംസ്ഥാന സെക്രട്ടറിക്ക് മുൻപിൽ എത്തുകയും അത് ഈ വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ സംസ്ഥാന സെക്രട്ടറി അവതരിപ്പിക്കുമോ എന്നൊക്കെ വലിയ ചോദ്യമാണ്. മാത്രമല്ല അതൊക്കെ വലിയ രാഷ്ട്രീയ സംഭവ വികാസങ്ങളായി മാറുകയും ചെയ്യും. അങ്ങനെ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ പാർട്ടി തലത്തിൽ ഏതെങ്കിലും തരത്തിൽ പരിശോധന ആരംഭിച്ചത് നടപടികളിലേക്ക് കടക്കുമോ എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും അങ്ങനെ ആ രാഷ്ട്രീയ നീക്കങ്ങൾ പുരോഗമിക്കുമ്പോൾ ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാറിനെതിരെ അന്വേഷണം നടത്താനായി നിയോഗിച്ച ഉന്നതതല സമിതി ഇന്ന് യോഗം ചേരുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബിന്റെ നേതൃത്വത്തിലാണ് യോഗം ചേരുക. ഇന്നലെ PV അൻവർ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നൽകിയ പരാതിയും ഈ പ്രത്യേക സംഘത്തിന് അല്ലെങ്കിൽ ഉന്നതതല സംഘത്തിന് കൈമാറിയിരുന്നു. അതിലടക്കം എങ്ങനെ നീക്കങ്ങൾ വേണം എന്നുള്ള കാര്യം തീരുമാനിക്കാനാണ് ഈ യോഗം ചേരുന്നത്. സംസ്ഥാന പോലീസ് മേധാവിയെ കൂടാതെ 2 IPS ഉദ്യോഗസ്ഥർ ഈ സംഘത്തിലുണ്ട്. അത് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ G സ്പർജൻ കുമാർ, അതേപോലെ തൃശൂർ റേഞ്ച് DIG അടക്കമുള്ള ആളുകളാണ് ഈ സംഘത്തിലുള്ളത്. ഇവർ എങ്ങനെയാണ് PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ അന്വേഷണം നടത്തുക എന്നുള്ളത് നിർണായകം. എങ്ങനെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന വിഭാഗം ചുമതലയുള്ള ADGPക്കെതിരെ ഈ സംഘം അന്വേഷണം നടത്തുമെന്നുള്ളത് പ്രതിപക്ഷം തന്നെ ആരോപണമായി ഉന്നയിച്ചൊരു സാഹചര്യത്തിൽ കൂടിയാണ് ഇന്നത്തെ ഉന്നതതല സമിതിയുടെ യോഗം എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യം. ഓക്കെ, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് AKG സെന്റർ മുന്നിൽ നിന്ന്. ഇനി അന്വേഷണ സംഘത്തിന്റെ നീക്കം എങ്ങനെയാണെന്ന് അറിയാൻ നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം ചേരുന്നു. ഗുഡ് മോർണിംഗ് ദീപക് ധർമ്മടം. എന്തെങ്കിലും വിശദാംശങ്ങൾ കിട്ടി? അന്വേഷണ സംഘം വളരെ സജീവമായി അന്വേഷണം നടത്തുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. SK, നമുക്ക് ലഭ്യമാകുന്ന വിവരം ആഭ്യന്തര വകുപ്പ് വളരെ കർക്കശമായി തന്നെ ഇതിൽ വസ്തുതാപരമായ അന്വേഷണം നടക്കണം എന്നുള്ളതാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയും ഈ കാര്യത്തിൽ വളരെ പർട്ടിക്കുലറാണ്. 1 മാസത്തിനകം തന്നെ DGP ദർവേഷ് സാഹിബ് ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ പരിശോധന, അതായത് സൈബർ തെളിവുകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയമായ പരിശോധനാ റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കാരണം ഇതിലെ ആരോപണങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ലക്ഷ്യം വെച്ചു PV അൻവർ എന്നുള്ളത് കൊണ്ട് തന്നെ സർക്കാർ അതിനെ അതീവ ഗൗരവത്തിലാണ് എടുത്തിരിക്കുന്നത്. കാരണം MR അജിത് കുമാർ ADGPയും P ശശിയും ചേർന്ന് ചില പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് PV അൻവറിന്റെ ആരോപണം. പക്ഷേ ആരോപണത്തിന്റെ മുന ഇന്നലെ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയോടെ ഒടിഞ്ഞത് നമ്മൾ കണ്ടതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ADGP MR അജിത് കുമാർ മുഖ്യമന്ത്രിക്കും അതുപോലെ DGP ദർവേഷ് സാഹിബിനും ഒരു കത്ത് നൽകിയിട്ടുണ്ട്. ആ കത്തിൽ വളരെ കൃത്യമായി ഈ കേസുകളിലെ ഓരോ ആരോപണങ്ങളും അന്വേഷിച്ച് ശരിയല്ല എങ്കിൽ പരാതിക്കാർക്കെതിരെ, ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടിയെടുക്കണം സർക്കാർ എന്നുള്ള നിലയിൽ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. ലഭ്യമാകുന്ന സൂചന അനുസരിച്ച് ഇന്നലെ മുഖ്യമന്ത്രിക്കൊപ്പം ഓൺലൈൻ മീറ്റിംഗിൽ ADGP MR അജിത് കുമാറും DGP ദർവേഷ് സാഹിബും ഉണ്ടായിരുന്നു. അതിനുശേഷം അവർ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച, DGPയുമായുള്ള കൂടിക്കാഴ്ചയും ഉണ്ടായിരുന്നു. പ്രാഥമികമായി ലഭിക്കുന്ന വിവരം, സർക്കാർ ഈ വിഷയം പരിശോധിച്ചപ്പോൾ പ്രാഥമികമായി എത്തിയ വിലയിരുത്തൽ, ഈ 2 ഉദ്യോഗസ്ഥർ, അൻവർ ആരോപണം ഉന്നയിച്ച ആദ്യ ഉദ്യോഗസ്ഥൻ മലപ്പുറം SP S ശശിധരനാണ്, മറ്റൊന്ന് ലോ ആൻഡ് ഓർഡർ ചുമതലയുള്ള ADGP MR അജിത് കുമാറാണ്.
ഇവർ രണ്ടുപേരും അഴിമതിക്കാരല്ല എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണം കർക്കശ ബുദ്ധിയിൽ നടത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ രണ്ടുപേരെയും, അൻവർ ആരോപണം ഉന്നയിച്ച രണ്ടുപേരെയും ഇതുവരെയും മാറ്റിയിട്ടില്ല, സ്ഥാനചലനം ഉണ്ടായിട്ടില്ല. എന്നാൽ അതേ സമയത്ത് തന്നെ പത്തനംതിട്ട SP സുജിത് ദാസിനെതിരെ പ്രാഥമികമായി അദ്ദേഹത്തെ സ്ഥലം മാറ്റിക്കഴിഞ്ഞു. അദ്ദേഹത്തിനെതിരായ അന്വേഷണം DIG തോംസന്റെ നേതൃത്വത്തിൽ അത് നടക്കുന്നുമുണ്ട്. തൃശൂർ DIG ആണ് നടത്തുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഇന്റലിജൻസ് തന്നെ സൂചിപ്പിച്ച വിവരമനുസരിച്ച് 2004 MR അജിത് കുമാർ കവടിയാറിൽ 8.5 സെന്റ് സ്ഥലം വാങ്ങിച്ചത്. അത് രജിസ്റ്റർ ചെയ്ത രേഖകൾ ചെക്ക് ഉപയോഗിച്ചതാണ്, അതായത് ചെക്ക് നമ്പർ വെച്ചുകൊണ്ടാണ് ആധാരം രജിസ്റ്റർ ചെയ്തത് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെ നോക്കുമ്പോൾ ഒരുപക്ഷെ അൻവറിന്റെ ആരോപണങ്ങൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് കൃത്യമായി അന്വേഷിച്ച് തെളിയിക്കുക എളുപ്പമാകും എന്നുള്ളതാണ്. ഏതെങ്കിലും രീതിയിൽ സർക്കാരിന് പ്രശ്നമുണ്ടാകില്ല എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തോട് DGP ഉൾപ്പെടെയുള്ള സ്പർജൻ കുമാർ IG ഉൾപ്പെടെയുള്ള സംഘത്തോട് കർക്കശ സ്വഭാവത്തിൽ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ നിർദ്ദേശിച്ചതെന്നാണ് അറിയുന്നത്. SK. ഓക്കെ, താങ്ക് യു ദീപക് ധർമ്മടം.